നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. മത്സരരംഗത്ത് 676 സ്ഥാനാർത്ഥികൾ. സൂക്ഷ്മ പരിശോധന നാളെ. 26 വരെ പത്രിക പിൻവലിക്കാം. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ച കത്തിൽ BJP സീൽ കണ്ടെത്തിയ സംഭവത്തിൽ നടപടി. അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസറെ സസ്പെൻഡ് ചെയ്ത് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ. പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച തൃശൂരിൽ. ഡീൽ ആരോപണത്തിൽ വാക്പോര് തുടർന്ന LDF-ഉം UDF-ഉം BJP-യുമായി കൂട്ടുകെട്ടുണ്ടാക്കിയത് കോൺഗ്രസ് എന്നും 2016 നിയമത്തെ BJP-യുടെ ജയം ഡീലിന്റെ ഭാഗമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. CPM-ഉം BJP-യും തമ്മിൽ ഡീലെന്ന് ആവർത്തിച്ച് VD സതീശനും രമേശ് ചെന്നിത്തലയും. ഒരു സമുദായത്തിന്റെ വോട്ടിനു വേണ്ടിയാണ് ഡീൽ ആരോപണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ അമൃത TV-യുടെ നോട്ട് ദി പോയിന്റ്. പശ്ചിമേഷ്യൻ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഇറാനുമായി ഫലപ്രദമായ ചർച്ചകൾ നടന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾക്ക് സാഹചര്യമൊരുക്കാൻ 5 ദിവസത്തേക്ക് ഇറാന്റെ ഊർജോൽപാദന കേന്ദ്രങ്ങൾ ആക്രമിക്കില്ലെന്ന് ട്രംപിന്റേത് മുട്ടുമടക്കലെന്നും എണ്ണവില കുറയ്ക്കാനുള്ള തന്ത്രമെന്നും ഇറാൻ. അന്താരാഷ്ട്ര വിപണികളിൽ ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം ഉയർത്തിയത് അപ്രതീക്ഷിത വെല്ലുവിളിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള ഇന്ധന നീക്കത്തിൽ തടസ്സം നേരിടുന്നുണ്ട് എന്നും ആശങ്കാജനകമല്ല സാഹചര്യമെന്നും പ്രസ്താവന. 2 ഇന്ത്യൻ LPG ടാങ്കർ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നു. സംസ്ഥാനത്ത് സ്വർണ്ണ വിലയിൽ ചാഞ്ചാട്ടം. ഓഹരി വിപണിയിൽ കനത്ത ഇടിവ്. ശബരിമല യുവതീ പ്രവേശനത്തെ എതിർത്ത് സുപ്രീം കോടതിയിൽ വാദമെഴുതി നൽകി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. മതപരമായ കാര്യങ്ങൾ നോക്കി നടത്താനുള്ള അവകാശം ഭരണഘടനാപരമായി ഉണ്ടെന്ന് ദേവസ്വം ബോർഡ്. കേസിൽ വിശദമായ വാദം ഏപ്രിൽ 7-ന്. CPM ഭരിക്കുന്ന അടൂർ സർവീസ് സഹകരണ ബാങ്കിൽ 75 ലക്ഷത്തിലധികം രൂപയുടെ വൻ സാമ്പത്തിക ക്രമക്കേട് വെളിപ്പെടുത്തൽ നടത്തിയത് ബാങ്ക് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച പൊൻതാമര. മുൻ പ്രസിഡന്റിന്റെ അഴിമതികൾക്ക് കൂട്ടുനിൽക്കാത്തതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്നും ഭരണസമിതിയിൽ നിന്നും സമ്മർദ്ദം നേരിട്ടതായി ആരോപണം. വെള്ളാപ്പള്ളി നടേശന് ആശ്വാസം. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും വെള്ളാപ്പള്ളിയെ അയോഗ്യനാക്കിയ ഹൈക്കോടതി ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു.